ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞു പോയ എന്തിനെയോ ഒന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, നന്നായിട്ട് മനസ്സ് വിഷമിക്കുകയാണ്. ഇത് ഉറങ്ങിയിരുന്ന വ്യക്തിയാണ്, കിടന്നുറങ്ങിയ വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാവുക. അടുത്ത കാലത്തായിട്ട് നമുക്ക് 9 ഓഫ് സോഡ്, 10 ഓഫ് സോഡിൻ്റെ ഒക്കെ എനർജി വരുന്നുണ്ട്. നിങ്ങളിൽ ആരുടെയെങ്കിലും ഒക്കെ എനർജിയാണിത്. ഇവിടെ ഉറക്കമില്ലാത്ത ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു രാത്രി നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെയോ ഇത്തരത്തിലുള്ള എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇല്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കണം വിഷമം അനുഭവിക്കുന്നത്, പേടി അനുഭവിക്കുന്നുണ്ടാകണം. എനിക്ക് അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അതായിരിക്കാം കൂടുതലും. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട കാര്യമായിരിക്കാം. അതുപോലെ തന്നെ മറ്റ് ജീവിതത്തിൽ മറ്റെന്തെങ്കിലും സംഭവിച്ച എനർജി ആയിരിക്കാം ഇത്. ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ആരെങ്കിലും സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരുന്നിട്ടുണ്ടാവാം, നിങ്ങളെ ആവശ്യമില്ലാതെ കുറ്റക്കാരനാക്കിയിട്ടുണ്ടാവാം, അല്ലെ കുറ്റക്കാരിയാക്കിയിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളെ ഓർത്തിട്ട്, അല്ല പാസ്റ്റിൽ പോയത്, പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരരുത്. ആ പെയിൻ ഇവിടെ എടുക്കാൻ പാടില്ല. പാസ്റ്റിലെ പെയിൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. മനസ്സിലായോ? പാസ്റ്റിലുണ്ടായ പെയിൻ ആയിരിക്കണം ചിലപ്പോൾ ഇവിടെ ഈ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം. നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട ഇന്നിൽ ജീവിക്കണം. മനസ്സിലായി? പ്രസന്റിൽ ജീവിക്കണം. പ്രസന്റിൽ ജീവിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ നന്നാക്കാൻ പറ്റൂ. മനസ്സിലായി? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റൂ. അതാണ് പറയുന്നത്. ഫ്യൂച്ചറുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ ഇന്നിൽ ജീവിക്കണം, പ്രസന്റിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നാളത്തെ ഭാസുരമായ ഒരു ജീവിതത്തെ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ സാധിക്കൂ. അല്ല എങ്കിൽ പാസ്റ്റിലെ പെയിൻ എടുത്തുകൊണ്ടിരുന്ന് ഉറക്കമില്ലായ്മ അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവിതം അവതാളത്തിലാവുകയേ ഉള്ളൂ, എനർജി ഡൗൺ ആവുകയേ ഉള്ളൂ. അവിടെ മറ്റ് അസുഖങ്ങളെ നിങ്ങൾ സ്വയം വിളിച്ചു വരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ല, ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ പ്രസന്റിൽ ജീവിച്ച് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ സക്സസ്. നിങ്ങൾക്ക് വരാനുള്ളത് ഇതാണ്. സൺ കാർഡിന്റെ എനർജിയാണ്, സണ്ണിന്റെ എനർജിയാണിത്. നല്ലൊരു വെളിച്ചത്തിലേക്ക്, ശോഭനമായൊരു ഭാവിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇവിടെ. മനസ്സിലായി? ഈ ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ കഴിയാൻ പാടില്ല. ഇതെങ്ങനെ കൊണ്ടുവരണം, ഇതെങ്ങനെ ആസ്വദിക്കണം, ഈ ഒരു സന്തോഷം, ഈ ഹാപ്പിനെസ്സിലേക്ക് എങ്ങനെ പോകണം എന്ന് ആലോചിക്കണം. അതിനിവിടെ എന്താണ് വേണ്ടത്? ഇവിടെ ആവേശം ഉണ്ടാവണം. നല്ലതുപോലെ ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരണം. തന്നെയല്ല ഒരു നല്ല ഒരു സക്സസ്സിലേക്കാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. അതിനായിട്ട് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം.
മനസ്സിലായി? എല്ലാ ദിവസവും നിങ്ങൾക്കൊരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനോ വേണ്ടി, ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാവാം, ഇവിടെ ജോലിയുടേതാവാം, ചിലപ്പോൾ ഇവിടെ ജോലിക്ക് വേണ്ടിയാവാം, ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതാവാം, ഇനി അതുമല്ല ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, അതാവാം, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, അതാവാം. പ്രോസ്പെറിറ്റി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാം. അത് തന്നെ ഏറ്റവും വലിയ മഹത്വമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് വേണം നിങ്ങളിവിടെ നിലനിൽക്കാൻ. ഈ എനർജിയെ നിങ്ങൾ ഉൾക്കൊള്ളണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത്. ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ വരൂ, ഓപ്പർച്യൂണിറ്റീസ് വരൂ. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അങ്ങനെ കണക്ട് ചെയ്യണം നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് കണക്ട് ചെയ്ത് വേണം നിലനിൽക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷത്തിലേക്ക് പോകാൻ പറ്റൂ, വളരെ വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്ന് സന്തോഷിക്കാനുള്ള എനർജി ഉണ്ടാവുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ദിവസമാണ് ഇവിടെ. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് വേണ്ടത്? ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എല്ലാ കാര്യങ്ങൾക്കും എന്ത് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത കേട്ടോ, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായോ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നിങ്ങനെ പറയണം. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് പറയണം. അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കുറച്ച് തവണ പറയുമ്പോൾ എന്താണ്, അടുത്ത നിമിഷവും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. മനസ്സിലായി? അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ജീവിതം തന്നെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റണം. ജീവിതം തന്നെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റണം എന്നുള്ള വിചാരത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുക എല്ലാ സമയവും. അല്ലാതെ വെറുതെ ഉറക്കമിളച്ചിരുന്ന് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പാസ്റ്റിലെ പെയിൻ എടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വഴിയുണ്ട്, പക്ഷേ നിങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇവിടെ കണ്ടില്ലേ ഈ ഒരു അനുഭവം, ഈ 9 ഓഫ് സോഡിന്റെ എനർജി ഉണ്ടായിരിക്കും നിങ്ങളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ആ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലോ നിങ്ങൾക്കിവിടെ വഴിയുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് വരാം. പക്ഷെ നിങ്ങൾ എന്താണ്, ആ മായയിൽ കുടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ, എനിക്ക് കഴിവില്ല എന്നൊക്കെയുള്ള വിചാരത്തിൽ മനസ്സിനെ തന്നെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, ഒന്നിനും കൊള്ളിക്കാത്ത വിധം. പക്ഷെ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ട് വരാം, സ്വാതന്ത്ര്യം അനുഭവിക്കാം. ഇവിടെ കണ്ടില്ലേ ഈ പ്രോസ്പെറിറ്റി, ഐശ്വര്യം എല്ലാം നിങ്ങൾക്ക്, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ മടിപിടിച്ച് കണ്ണിലെ കെട്ട് ഇങ്ങനെ മുറുക്കി കെട്ടിക്കൊണ്ടിരിക്കണം. അന്ന് കണ്ണിലെ കെട്ടൊന്ന് അടിക്കുക. അതായത് യാഥാർത്ഥ്യത്തിലേക്ക് വരൂ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ലോകത്തെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ലോകത്തെ അറിഞ്ഞ ഒരു വ്യക്തി സ്വയം അറിയുന്ന വ്യക്തിയാവും. ആ വ്യക്തി ഒരിക്കലും എന്താണ്, ശബ്ദം കൂട്ടുകയില്ല, വെളിച്ചത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, പ്രകാശത്തെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടല്ല ഇപ്പോഴും വരണം. നിങ്ങൾ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം. ഇവിടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ. അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറേയൊക്കെ മൗനം പാലിക്കണം, സൈലൻസിൽ ഇരിക്കുക തന്നെ വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം പ്രകാശത്തെ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും. ഇവിടെ അതിനു മുൻപായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ബന്ധനത്തിലാക്കി വെച്ചു. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായി? പേടിയാണ്, ആക്ഷൻ എടുക്കാൻ പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നത്? ആരെയും പേടിച്ച് ജീവിക്കാൻ പാടില്ല. നിങ്ങൾ ഫ്രീഡം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. എന്തെങ്കിലും സാമ്പത്തികത്തിന് വേണ്ടി മറ്റുള്ളവരോട് കൈനീട്ടി മേടിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ സ്വയം ഒരു ഫ്രീഡം അനുഭവിക്കേണ്ടവരാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണോ അത് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. അങ്ങനെ സ്വയം നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ അകപ്പെട്ട് ജീവിക്കാൻ പാടില്ല. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ സ്വയം നിർമ്മിച്ചെടുത്തതാണ്, സ്വയം നിങ്ങൾ നേടിയെടുത്തതാണ് ഇവിടെ ഈ ഒരു സക്സസ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റിന്റെ സാമ്പത്തികമാകാം, എങ്ങനെയോ സാമ്പത്തികം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നു. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂർവിക സ്വത്ത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കാം, ചിലപ്പോൾ ലോട്ടറി അടിക്കാം, ചിലപ്പോൾ കിട്ടാതിരുന്ന ശമ്പളം എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടാം. എങ്ങനെയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന ഒരു നിറഞ്ഞ സമ്പത്തിന്റെ പ്രതീതിയാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നതിനായിട്ട് നിങ്ങളോട് അടുത്ത് മറ്റുള്ളവർ കൂടിച്ചേരും. ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് സന്തോഷമാകും, അവർ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ വരികയും ചെയ്യും. അല്ലാതെ അതിനു മുൻപ് നിങ്ങൾ അനുഭവിച്ച വേദനയിൽ പങ്കുചേരാൻ ആരുമുണ്ടായില്ല. ഇവിടെ കണ്ടില്ല, ഇവിടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത് സ്വയമാണ്, തനിയെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും ഈ ദുഃഖങ്ങൾ. ഇവിടെ ആരെങ്കിലും കൂട്ടിനുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഇവിടെ പ്രശ്നങ്ങളാണ്, ഇവിടെ ഒരു പരാജയം വന്നു, അപ്പോഴാണ് ഇവിടെ ഈ ഒരു അവസ്ഥ വന്നത്. ഇവിടെയോ, ഇവിടെ സാമ്പത്തികം വന്ന് നിറയുന്നു, അവിടെ സന്തോഷിക്കാൻ കൂട്ടിന് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കാൻ പ്രാപ്തരാവണം. ആ ഒരു ഫ്രീഡം നിങ്ങൾ നേടിയെടുക്കണം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. മടി പിടിച്ചിരിക്കാൻ പാടില്ല. നേരം വെളുക്കുമ്പോൾ തൊട്ടൊരു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടേയിരിക്കാൻ പാടില്ല. കാണണം, അത്യാവശ്യത്തിന് കാണണം. അത് മനസ്സുകൊണ്ടൊന്ന് വിചാരിക്കണം, ഞാനിപ്പോൾ ഇത്ര ഒരു 10 മിനിറ്റ് കണ്ടല്ലോ, മതി, അതങ്ങ് നിർത്തിവെക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ കാണണം. അല്ലെ, ഇത് കണ്ട് 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 നിങ്ങളുടെ സമയം കളയാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ കളഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ എന്താകും? സമയത്തിനൊരു വിലയുണ്ടാവണം. സമയത്തെ എപ്പോഴും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം നിങ്ങൾ. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ചരിത്രമാവണം. എന്തെങ്കിലുമൊക്കെ സിഗ്നേച്ചർ ഇവിടെ അവശേഷിപ്പിക്കണം. അല്ലാതെ കുറേ റീലുകളും കണ്ട് ഇങ്ങനെ ഇരുന്ന് ജീവിതം എങ്ങനെയെങ്കിലും ആരെങ്കിലും തന്നത് വാങ്ങിച്ച് കഴിച്ചു കൊണ്ട് ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു സിഗ്നേച്ചർ ഇവിടെ അവശേഷിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ സമയത്തിന് വിലയുണ്ട്, ഓരോ മിനിറ്റിനും വിലയുണ്ട്. ഇത്ര മിനിറ്റ് നേരം നിങ്ങൾ ഇത് കാണും എന്നൊക്കെ ഒരു തീരുമാനം എത്തി മുന്നോട്ട് വരികയാണ് വേണ്ടത്. നമ്മളിത് പറയുന്നതിന് ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികം വരുമ്പോൾ എല്ലാവരും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സന്തോഷം ആസ്വദിക്കാൻ നിങ്ങളും ശ്രമിക്കണം. സമ്പത്തിൻ്റെതായ വില മനസ്സിലാക്കണം. അറിയാവോ? ഏറ്റവും വിലയുള്ള സാധനം പണമാണ്. നിങ്ങൾ പറയാമോ പണത്തിന് എന്ത് വില? ആരെങ്കിലുമൊക്കെ ചിലരൊക്കെ പറയുന്നൊക്കെ എന്താന്ന് പണത്തിന് വലിയ വിലയൊന്നുമില്ല, സ്നേഹത്തിനാണ് വിലയെന്ന്. അല്ല, പണത്തിന് തന്നെയാണ് വിലയുള്ളത്. പണമില്ലാത്ത, പണ്ട് നമ്മൾ ചൊല്ലി കേട്ടു, പണമില്ലാത്തവൻ പീണമാണ്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശവം, യാതൊരു വിലയുമില്ല എന്ന്. അത് മനസ്സിലാക്കണം. ഇവിടെ എന്താണ്? 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു. ഒത്തിരി വിഷമം അനുഭവിക്കുമ്പോൾ തന്നെ ഇവിടെ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിലപ്പോൾ ചിന്തകളാവാം. ഇനി അതുമല്ല, ഏതെങ്കിലും അസുഖങ്ങളിൽ പെട്ടിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ടാവാം ഇവിടെ.
അപ്പോൾ നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളിവിടെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചിട്ട് വിഷമം അനുഭവിക്കാം. അതിനെ ലെറ്റ് ഗോ ചെയ്യൂ. മുന്നേ വന്ന ചില വിഷമങ്ങളെയൊക്കെ ലെറ്റ് ഗോ ചെയ്തേക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അതുപോലെ തന്നെ ചലഞ്ചസിൽ കൂടെയാണ് വരുന്നത്. വ്യക്തിപരമായ ഒരു വളർച്ച, അത് നല്ലൊരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, അത് സാമ്പത്തിക ഗ്രോത്ത് ആവാം, അല്ലാത്ത ഹെൽത്തിൽ ഉള്ള ഗ്രോത്ത് ആവാം, ഏതൊരു തരത്തിലുള്ള വളർച്ചയായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വളരെ വലിയ ചലഞ്ചസിൽ കൂടെയാണ്. മനസ്സിലായി? ഒരു ചലഞ്ചസ് ഇല്ലാതെ, ഒരു തോൽവിയില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ ഒരു ജീവിതവും മുന്നോട്ട് നല്ല രീതിയിൽ വരില്ല. അങ്ങനെ ഇല്ലാത്ത വ്യക്തികളില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവർ കുറച്ച് കാലത്തെ സന്തോഷം മാത്രമേ അനുഭവിക്കുകയുള്ളൂ. കുറെ കഴിയുമ്പോൾ വീണ്ടും അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് പേർക്ക് കുറെ കഴിയുമ്പോൾ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു ഗ്രോത്ത് വരണമെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മളുടെ നല്ല സമയത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരോ പരാജയവും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ യൂണിവേഴ്സ് ആരെയും പരീക്ഷിക്കുകയില്ല. യൂണിവേഴ്സിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നല്ലത് തരാൻ വേണ്ടി തന്നെയാണ്, നല്ലൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നത്. അവിടെ നിങ്ങൾ ആ ഒരു ലെസൺ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. വീണ്ടും വീണ്ടും അനുഭവങ്ങളിലേക്ക് പോവരുത്. അതായത് ബാഡായിട്ടുള്ള അനുഭവങ്ങൾ, മോശകരമായ അനുഭവങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ പോകാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇവിടെ കണ്ടില്ലേ, 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ ഈ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു സക്സസിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്. അപ്പോൾ ഉള്ളിൽ ആളിക്കത്തുന്ന അഗ്നിയോടുകൂടി, അതായത് ആവേശം ആളിക്കത്താൻ തുടങ്ങും നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ സക്സസ് നേടാൻ വേണ്ടി. ഇവിടെ ചിലപ്പോൾ യാത്രകൾ ചെയ്ത് ചില സക്സസ് നേടാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാം, പ്രൊമോഷൻ ലഭിക്കാം, അതുപോലെ പുതിയ ജോബ് ലഭിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സ്ട്രെസ്, പെയിൻ ഒക്കെ ഇവിടെ കാരണമാകുന്നു. എന്തിനു കാരണമാകുന്നു? നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്, അതുപോലെ ഈ ഒരു പെയിൻ, 3 ഓഫ് സോഡിന്റെ ഈ ഒരു പെയിൻ നിങ്ങൾക്ക് കാരണമാകുന്നത് എന്തിനായിട്ടാണോ? പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. പലതരത്തിലുള്ള ബിസിനസ് യാത്രകൾ നടത്തി അവിടെ നിങ്ങൾക്കൊരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു കാർഡ് എടുക്കാവേ. കണ്ടില്ലേ, ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ എന്താണ്? ഇവിടെ ആക്ഷൻ എടുക്കുകയാണ്. ഇവിടെ ആക്ഷൻ എടുക്കും. ഇവിടെ നല്ല പരിവർത്തനം വരും. കണ്ടില്ലേ, ഈ ഒരു ആക്ഷൻ എടുപ്പില് നല്ല പരിവർത്തനം വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്കിവിടെ നിന്ന് മുന്നോട്ട് വരണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി വരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രശ്നങ്ങളില്ലാത്തവരാരും തന്നെയില്ല. പക്ഷെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ എനിക്ക് മുന്നോട്ട് വരണം, എനിക്ക് വിജയിയാവണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. അതാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും. നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഈ സമയം കഴിയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ധൈര്യപൂർവം ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ബുദ്ധിപൂർവം, ഇവിടെ ബുദ്ധിയും ധൈര്യവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വലിയ പരിവർത്തനം കൊണ്ടുവരുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ബട്ടർഫ്ലൈ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബട്ടർഫ്ലൈസിന് വന്നേക്കുന്നത്, ഇവിടെ മാറ്റം വരുന്നുണ്ട്. ചേഞ്ച് ഫോർ ദ ബെറ്റർ. കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ചേഞ്ച് വരുന്നു, നല്ല ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ അത് തന്നെയാണ് വന്നേക്കുന്നത്. ഫോർച്യൂൺ കാർഡ്സ് എടുത്തപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്, പ്യൂപ്പയിൽ നിന്നും പുഴുവായി മനോഹരമായ ചിറകുകളോട് കൂടിയായിട്ടുള്ള ഒരു ശലഭമായി മാറുകയാണ്. ഇതില്ലേ, ഇവിടെ ഫ്രീഡം അനുഭവിക്കുന്നു, ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തെ കൊണ്ടുവരുന്നു. അതൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ മാറ്റത്തെ കൊണ്ടുവരാൻ തയ്യാറായിട്ട് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. റെയിൻബോ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ഓവർ. റെയിൻബോ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമല്ലേ. റെയിൻബോ കാണുന്നത് വളരെ ഭാഗ്യമുള്ള സമയമെന്ന് പറയും. ഇവിടെ എന്താണ്, ഏറ്റവും കൂടുതലായിട്ട് പ്രയാസം അനുഭവിച്ചിരുന്ന ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കഴിയാറായിരിക്കുന്നു. രണ്ടും നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. റെയിൻബോയും ബട്ടർഫ്ലൈയും കണ്ടില്ലേ, സ്പിരിച്വൽ പാത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. സ്പിരിച്വൽ പാത്തിലൂടെ വരുന്നവർക്കാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ് സംഭവിച്ചവർക്കാണ് കൂടുതലായിട്ടും ബട്ടർഫ്ലൈസിനെ കാണാനും റെയിൻബോ കാണാനുമുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇമോഷണലി സെക്യൂർ ആണ്. ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ലവിങ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ഉണ്ടല്ലേ, നിങ്ങൾ എന്നും വഴക്കിട്ട് ബഹളം വെച്ച് കഴിയാൻ പാടില്ല. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ അടങ്ങുന്ന ഫാമിലിയാണ്. പരസ്പരം യോജിച്ചുകൊണ്ട്, പരസ്പരം അനുസരിച്ച്, പരസ്പരം കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ വേണം. കുട്ടികളായാലും എന്തെങ്കിലും പറയുമ്പോഴത് കേൾക്കണം. അത് കേട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമാണ് തുനിയേണ്ടത്. അല്ലാതെ അവരോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനേ പാടില്ല. അവർക്കും ആവശ്യങ്ങളില്ലേ. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൊള്ളാം. അപ്പം അവർ ഓരോ ആവശ്യങ്ങൾ അവർ പറയും തോറും എന്താണ്, നിങ്ങളത് കേൾക്കാൻ തയ്യാറാവണം. അത് അവർക്ക് നല്ല ഒരു സന്തോഷത്തെ കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവരെന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ടില്ല എങ്കിൽ, അവരെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള ആ ഒരു ദുഃഖം അവരുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഫാമിലിയെ സ്നേഹപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിക്കണം. സ്നേഹം നിറച്ചതാക്കണം നിങ്ങളുടെ കുടുംബത്തെ. ഇങ്ക്ബോട്ടാണ് പ്രോബ്ലംസ് ടു ബി റിസോൾവ്ഡ്. എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഇവിടെ പരിഹരിക്കാറായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഇത്രയും വളരെ നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ്. ഡൂയിങ് സംതിങ് റിസ്കി, ടേക്കിംഗ് എ ചാൻസ്. എന്തെങ്കിലും ഒരു റിസ്കി ആയിട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഒരു ചാൻസ് ആയിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.